ആവുന്നത് കണ്ടിട്ടുണ്ടാ? ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. അതിലൊരു റീസൺ ഞാൻ പറഞ്ഞിട്ട്, അയാളുടെ ലൈഫിൽ ഡെയിലി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ, എന്നും നടക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം മുതൽ ഇല്ല എന്നറിയുന്ന ഒരു പോയിന്റ് ചിലപ്പോൾ അയാൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്നലെ വരെ കൂടെ ഉണ്ടായ ആൾ നാളെ മുതൽ കൂടെ ഉണ്ടാകില്ല എന്നറിയുന്ന ഒരു പോയിന്റ് അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഫേസ് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. ലൈഫിലെ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് പാർട്ടാണ്. ആ ഒരു സമയത്ത് അയാൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല, ഇഷ്ടത്തോടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിനോടും താല്പര്യം ഉണ്ടാവില്ല, മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. അയാൾ ചിന്തിക്കുന്ന രീതികൾ, അയാൾ പെരുമാറുന്ന രീതി, അയാൾ സംസാരിക്കുന്ന രീതി, അയാളുടെ ലൈഫ് വരെ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു സമയമാണത്. ഈ ഒരു സമയത്ത് എക്സ്ട്രോവേർട്ടായി നടന്ന പല ആളുകളും ഇൻട്രോവേർട്ടായി മാറും. ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന പല ആളുകളും പെട്ടെന്ന് സൈലന്റ് ആയി പോകും. പക്ഷെ ആ ഒരു സ്റ്റേജ് അയാൾ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ മുന്നോട്ട് വരാൻ പോകുന്ന ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം എന്നും കൂടെ ഉണ്ടായ ഒരാള് നഷ്ടപ്പെട്ട സ്റ്റേജ്